നമസ്തേ ബച്ചോ, സബ് കൈസേ ഹോ? എല്ലാവർക്കും സുഖമാണോ? പിछले ക്ലാസ് में हम क्या क्या पढ़ा? ഒന്ന് ഓർത്ത് നോക്കിയേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിപ്പിച്ചത്? യാദ് കർക്കെ ബതാവോ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കവിത ഏതാണ്? ഓർമ്മയുണ്ടോ? ആ ബതാവോ. हताशा से एक व्यक्ति बैठ गया था. कवि का नाम याद है? हाँ बताओ. हाँ, വിനോദ് കുമാർ ശുക്ല. ആ കവിത നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാമോ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था. हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया, मेरे हाथ पकड़ कर वह खड़ा हुआ. मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले, दोनों में दूसरे को नहीं जानते थे, साथ चलने को जानते थे. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वो खड़ा हुआ. मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. बच्चों, अब हम पढ़े विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की एक टिप्पणी. इस कविता में टिप्पणी किसने लिखी? हाँ बताना. നരേഷ് സക്സേന. ഈ കവിതയുടെ ടിപ്പണി എഴുതിയത് ആരാണ്? അറിയാമോ? നരേഷ് സക്സേന. देखो നരേഷ് സക്സേന की ചിത്ര देखो. ടിപ്പണി എന്താണെന്ന് അറിയാമോ? നമ്മൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ, കവിതയുടെ കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ അതുപോലെ ഹിന്ദിയിൽ
കുറിപ്പ് തയ്യാറാക്കുന്നതിനെയാണ് ടിപ്പണി എന്ന് പറയുന്നത്. സബ് പുസ്തക് ലേലോ, പന്ന 15 നിക്കാലേ. എല്ലാവരും ഹിന്ദി പാഠപുസ്തകം എടുത്തേ. അതിലെ 15ാമത്തെ പേജ് നോക്കാമോ? हताशा से एक व्यक्ति बैठ गया था. विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी. नरेश सक्सेना. सब ध्यान से सुनना और पुस्तक में भी देख लेना. ठीक है? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. പുസ്തകമില്ലാത്തവർ ഇവിടെ നോക്കിയേ. കൂടെ വായിക്കാൻ കഴിയുന്നവർ കൂടെ വായിക്കുമല്ലോ. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात हैं, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. कविता के अर्थ इतने सहज और साफ हैं कि उन्हें व्याख्या की दरकार नहीं है. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. इस पारा में किसके बारे में बताया है? विनोद कुमार शुक्ल के बारे में क्या क्या सुन लिया? കവി വിനോദ് കുമാറിൻ്റെ രചനാ ശൈലിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ കവി മറ്റു കവികളിൽ നിന്നും ഏതൊക്കെ രീതിയിലാണ് വ്യത്യസ്തനാകുന്നത് പറയാമോ? അതെ, വളരെ ലളിതമായി വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. അത് എല്ലാവർക്കും വളരെ നന്നായി മനസ്സിലാക്കാൻ കഴിയും. विनोद कुमार शुक्ल की कविता में मौलिकता है. ठीक है बच्चों? हाँ, മൗലികത മാനെ ഒറിജിനാലിറ്റി. ഒറിജിനാലിറ്റി എന്താണെന്ന് അറിയാമോ? നമുക്ക് നോക്കാം. നോക്കിയേ. ഈ 2 തരം പൂക്കളും നോക്കിയേ. ആദ്യത്തേത് ഒറിജിനൽ പൂവാണ്, മറ്റേത് പ്ലാസ്റ്റിക് പൂവാണ്. മൗലികത, ഒറിജിനാലിറ്റി, സഹജ്, സ്വാഭാവികം, നാച്ചുറൽ, സാഫ്, ക്ലിയർ, വ്യക്തമായ, മർമ്മ, സാരം. ഇവിടെ കവിതയുടെ അർത്ഥം വളരെ ലളിതമായ ശൈലിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആഴത്തിലുള്ള അർത്ഥം വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്നു. കവിതയുടെ ടിപ്പണി എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കിയേ. कविता पर टिप्पणी लिखते समय किन किन बातों पर ध्यान देना है? सरल भाषा, सहज रूप, मौलिकता, सीधा अर्थ. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? व्यक्ति को मैं नहीं जानता था, लेकिन हताशा को जानता था. ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നതല്ലേ? കവിക്ക് വ്യക്തിയെ നേരത്തെ അറിയാമായിരുന്നോ? അല്ല, വ്യക്തിയുടെ നിരാശയെ കവിക്ക് അറിയാമായിരുന്നു, വ്യക്തിയെ അറിയില്ലായിരുന്നു. നഹീം, വ്യക്തിക്കോ നഹീം ജാൻതാ ഥാ. പിന്നെ കവിക്ക് എന്തറിയാമായിരുന്നു? വ്യക്തിയുടെ നിരാശ അറിയാമായിരുന്നു. വ്യക്തിക്ക് നിരാശാക്കോ ജാൻതാ ഥാ. ആ വ്യക്തി ഒരു നിരാശയുള്ള വ്യക്തിയാണെന്ന് കവിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഇവിടെ വ്യക്തിയെ എനിക്കറിയില്ല, നിരാശയെ അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അറിയാമായിരുന്നു എന്ന് നമ്മൾ പരമ്പരാഗത രീതിയെ മാറ്റിമറിക്കുന്നു. കുഞ്ഞുങ്ങളെ, നമ്മൾ ഒരാളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് അവരെ നമ്മൾ തിരിച്ചറിയുന്നത് എന്ന് പറയാമോ? ഒരു വ്യക്തിയെ അറിയുക എന്നാൽ പേര്, പദവി, ജാതി എല്ലാം അറിയുക എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ നരേഷ് ജി എന്താണ് ഇവിടെ പറയുന്നത്? കവിതയുടെ പ്രധാനമായ 2 വരിയെടുത്ത് കവിത മൊത്തത്തിൽ എന്താണെന്ന് വിശദീകരിക്കുന്നു. നാം, പേര്, പതേ, മേൽവിലാസം, ഉമ്ർ, വയസ്സ്, ഓഹ്ദെ, പദവി.
जानने की जानी पहचानी रूढ़ी क्या है? व्यक्ति के नाम, पते, ओहदे या जाति से जानने की जानी पहचानी रूढ़ी है. നമ്മൾ ഒരു വ്യക്തിയുടെ നിരാശയും നിസ്സഹായതയും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് കവി ഇവിടെ പറയുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിഷാദിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഈ ചിത്രങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങൾ 2 ചിത്രങ്ങളും ശ്രദ്ധിച്ചോ? ഒരു കുട്ടി വളരെ സന്തോഷവാനാണ് അല്ലേ? മറ്റേ കുട്ടി വളരെ നിരാശയോടെ ദുഃഖത്തോടെ ഇരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവാറുണ്ടോ? അവരുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ടോ? അപ്പോൾ നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കാറുണ്ടോ? അപ്പോൾ ആശ്വസിപ്പിക്കണം കേട്ടോ. ഇതുപോലെയാണ് കവി ഒരാളെ ആശ്വസിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടോ? നിങ്ങൾക്ക് കൂട്ടുകാരുടെ പേരറിയാമായിരിക്കും, അവർ എവിടെ നിന്ന് വരുന്നു എന്നും അറിയാമായിരിക്കും. എന്നാൽ അവരുടെ വീട്ടിലെ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ അറിയാമോ? അറിയില്ല. അപ്പോൾ നമ്മൾ കൂട്ടുകാരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അറിയാൻ ശ്രമിക്കണം. അവരെ അതോടൊപ്പം തന്നെ ആശ്വസിപ്പിക്കാനും നമുക്ക് കഴിയണം. നമ്മൾ പഠിച്ച പാഠഭാഗത്തിൽ നിന്നും കുറച്ച് വാക്കുകളും അവയുടെ അർത്ഥവും കൂടി നമുക്ക് പഠിക്കാം. ഹതാശ, നിരാശ, നിരാശ, നിരാശ. അസഹായത, ആശ്രയമില്ലാത്ത. संकट, दुरिदम. उसके संकट से नहीं जानते तो हम कुछ नहीं जानते. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? बच्चों, नरेश जी यहाँ क्या बताया? വീഡിയോ में क्या देखा? റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു അപരിചിതനായ വ്യക്തിയെ നോക്കി അയാളെ എനിക്കറിയില്ല എന്ന് പറയാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ ആ വ്യക്തി അപകടത്തിലാണെന്നും അയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഈ കവിത മനുഷ്യനെ മനുഷ്യനായി തന്നെ അറിയാൻ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം പരസ്പരം സഹായിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇതിലെ പ്രധാന വാക്കുകൾ ഏതെല്ലാം പറയാമോ? ഘായൽ, മുറിവേറ്റ, wounded. മുസീബത്ത്, പ്രയാസം, ഡിഫിക്കൽറ്റി. ജരൂരത്ത്, ആവശ്യം, നീഡ്. യാദ് ദിലാന, ഓർമ്മയുണർത്തുക. രൂഢി, പാരമ്പര്യം. ട്രഡീഷൻ, മദത്, സഹായം, ഹെൽപ്പ്. कविता लगातार नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें. बच्चों, ये कविता लगातार जानने और नहीं जानने का बयान करती जाती है. കവിക്ക് നിരാശയോടെ ഇരിക്കുന്ന ആ വ്യക്തിയെ അറിയില്ലായിരുന്നു. പക്ഷേ അയാളെ ആശ്വസിപ്പിക്കാനും കൈപിടിച്ച് ഒപ്പം കൂട്ടാനും കഴിഞ്ഞു. കുട്ടികളെ, എല്ലാവർക്കും നാടൻ പാട്ട് ഇഷ്ടമാണോ? നമുക്കൊരു നാടൻ പാട്ട് കേട്ടാലോ? നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ
കാതിലാണേൽ തോടയില്ല, കഴുത്തിലാണേൽ മാലയില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ട് നീ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നെല്ലാരും. കാതിലാണേ തോടയില്ല, കഴുത്തിലാണേ മാലയില്ല, കയ്യിലാണേ വളയുമില്ല, കാലിലാണേ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ട് നീ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നെല്ലാരും. ചെന്തേങ്ങ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും, മുല്ലമുട്ടിൻ പല്ലില്ലേലും, മുട്ടിറങ്ങി മുടിയില്ലേലും, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ട് നീ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നെല്ലാരും. ചെന്തേങ്ങ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും, മുല്ലമുട്ടിൻ പല്ലില്ലേലും, മുട്ടിറങ്ങി മുടിയില്ലേലും, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ട് നീ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നെല്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ട് നീ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നെല്ലാരും. നാടൻ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ? നാടൻ പാട്ടിൽ വരികൾ ആവർത്തിച്ചാവർത്തിച്ച് വരാറില്ലേ? അതുപോലെ നമ്മൾ പഠിച്ച ഈ കവിതയിലും വരികൾ ആവർത്തിച്ചാവർത്തിച്ച് വരുന്നു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലോക് ഗീത്, നാടൻ പാട്ട്, ഫോക്സ് സോങ്, സ്ഥായി, വായ്ത്താരി. जैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आप से आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. ഗസലിന്റെ അവസാന വാക്ക് നാവിൻ തുമ്പിൽ സ്വയം വരാറുള്ളത് പോലെ ഈ കവിതയുടെ അവസാന വാക്കാണ് ഒരുമിച്ച് നടക്കുക. സാത്ത് സാത്ത് ചലന. വൈസേ ഹി ഇസ് കവിത കാ അന്തിം ശബ്ദ ഹേ സാത്ത് സാത്ത് ചലന. ये कविता जानना शब्दों के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. शेष पंक्तियां उसी कहे गए को और सघन और गहरा करती हैं. इस कविता की पहली 2 पंक्तियों में ही अपनी पूरी बात कह देता है. കുട്ടികളെ, ഈ കവിത അറിയുക എന്ന വാക്കിന്റെ അർത്ഥത്തെ പൂർണ്ണമായി മാറ്റുന്നു. इस कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास जरूर होना चाहिए, यानी मानवीय संवेदना जरूरी होना चाहिए, जानकारियाँ जरूरी नहीं है. ഈ കവിതയുടെ പ്രധാന സന്ദേശം എന്താണ് പറയാമോ? 2 മനുഷ്യരുടെ ഇടയിൽ സ്നേഹം ആവശ്യമാണ്, എന്നാൽ അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് അറിവുകൾ ആവശ്യമില്ല. അതെ, 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം അത്യാവശ്യമാണ്. കവിതയും കവിതയെക്കുറിച്ചുള്ള ടിപ്പണിയും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അതിൽ നിന്ന് കുറച്ച് വർക്ക്ഷീറ്റുകൾ ചെയ്യാമോ? कार्यपत्रिका 1 शब्द और अर्थ का मिलान करें. താഴെ കുറേ ഹിന്ദി വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ മലയാളം അർത്ഥവും ഇംഗ്ലീഷ് അർത്ഥവും തന്നിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന വരികളിൽ ഹിന്ദി വാക്കെഴുതുക, അതിൻ്റെ മലയാളം അർത്ഥം എഴുതുക, പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങും എഴുതി ഫില്ലപ്പ് ചെയ്യുക. എല്ലാവരും ചെയ്തു വെക്കണേ. കാര്യപത്രിക 2 രണ്ടാമത്തെ വർക്ക്ഷീറ്റാണ്. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയാണ്. കവി അക്കേലെ ചൽത്താ था, കവി और व्यक्ति एक साथ चलते थे. व्यक्ति कवि को
ജാൻതാ ഥാ. ഇതിൽ ശരിയായത് താഴെ തന്നിരിക്കുന്ന ലൈനിൽ എഴുതണം. രണ്ടാമത്തത് ജാൻനെ കാ അസലി ആധാർ ക്യാ ഹേ? നാം സെ ജാന്ന, ജാതി സെ ജാന്ന, ഹതാശ സെ ജാന്ന, പതേ സെ ജാന്ന. ഇതിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുമല്ലോ. കാര്യപത്രിക 3. ആശയ സമജേ സഹി മിലാൻ കരേ. ആശയം മനസ്സിലാക്കി ശരിയായത് യോജിപ്പിക്കുക. കോളം എ, ബി എന്നിവ തന്നിട്ടുണ്ട്. കോളം എയിലുള്ളത് ബിയുമായിട്ട് യോജിപ്പിച്ച് ശരിയായത് നോക്കി യോജിപ്പിച്ച് എഴുതുക. കാര്യപത്രിക 4. ടിപ്പണി കെ ആധാർ പർ ലിഖേ. ബ്രാക്കറ്റിൽ നിന്നും ശരിയായവ ചേർത്ത് യോജിപ്പിക്കുക. താഴെ 2 കോളങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ ജാൻനെ കെ രൂഢിഗത് ആധാർ, അങ്ങനെ ഒരു കോളം. രണ്ടാമത്തെ കോളം ജാൻനെ കെ അസലി ആധാർ. താഴെ ബ്രാക്കറ്റിൽ കുറേ വാചകങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ജാൻനെ കെ രൂഢിഗത് ആധാർ എന്നുള്ളതുമായിട്ട് യോജിക്കുന്നത് ആ കോളത്തിൽ എഴുതുക. പിന്നെ ജാൻനെ കെ അസലി ആധാറുമായിട്ട് യോജിക്കുന്നത് രണ്ടാമത്തെ കോളത്തിലും എഴുതി എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണേ. धन्यवाद.